ഹലോ വ്യൂവേഴ്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വൻപയറും ഉണ്ണിപ്പിണ്ടിയും കൂടിയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കൈപ്പിടി വൻപയർ ഒരു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താണ്. പിന്നെ ചെറിയൊരു കഷ്ണം ഉണ്ണിപ്പിണ്ടിയും കിട്ടിയിട്ടുണ്ട്. ഈ ഉണ്ണിപ്പിണ്ടി കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ നല്ലതാണ്, പിന്നെ വയറിന് നല്ലതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് ഈ വൻപയറൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചു. സ്റ്റവ് ഒന്ന് കത്തിക്കട്ടെ. അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പയറിട്ട് കൊടുക്കാം. ഇത് ഒരു 2 വിസിൽ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഈ ഉണ്ണിപ്പിണ്ടി ഒന്ന് നുറുക്കിയെടുക്കാം. ഇതേമാതിരി ഇങ്ങനെ നുറുക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ ഈ നൂലുണ്ടാവും. ഈ നൂല് നമ്മളിങ്ങനെ എടുത്തിട്ട് കളയണം. ഉണ്ടോ? ഇതേമാതിരി അങ്ങനെ ഇതൊക്കെ ഒന്ന് ഞാൻ നുറുക്കിയെടുക്കട്ടെ. ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട് ഇതേമാതിരി ഞാൻ റൗണ്ടിൽ നുറുക്കിയെടുത്തു. ഇനി ഇത് നമ്മൾ ഇത്തിരി വെള്ളത്തിലേക്ക് ഇതേമാതിരി ചെറുതാക്കി, നിങ്ങൾക്ക് വേണമെങ്കിൽ പലകയിൽ വെച്ചിട്ട് നുറുക്കാം കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെയാണ് നുറുക്കണത്. പലകയിൽ വെച്ചിട്ട് നുറുക്കിയെടുക്കുക. ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുക്കുക. വെള്ളത്തിലേക്ക് നുറുക്കിയിടണം കേട്ടോ. ഇതേമാതിരി നമുക്ക് ഇതെല്ലാം ഇതേമാതിരി ഒന്ന് നുറുക്കിയെടുക്കാം. ഇപ്പോൾ 2 വിസിൽ വന്ന് നമുക്ക് ഉണ്ണിപ്പിണ്ടി വെന്തോന്ന് നോക്കാം. ഉണ്ണിപ്പിണ്ടി അല്ല, പയർ വെന്തോന്ന് തുറന്ന് നോക്കാം. പയറെല്ലാം വെന്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഉണ്ണിപ്പിണ്ടി ഇല്ലേ, ഈ വെള്ളം മതിയിട്ട് ഈ ഉണ്ണിപ്പിണ്ടി തന്നെ വെള്ളം വരും. ഈ ഉണ്ണിപ്പിണ്ടി നുറുക്കിയിട്ടത് ഇതിലേക്കിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒറ്റ വിസിൽ വന്നാൽ മതി. വിസിൽ വന്നാൽ നല്ലപോലെ ആവിയെന്ന ഓരോ കുക്കറിന് ഓരോ മാതിരിയാണ്. ഇതിന് ഒരു വിസിൽ വരണം. ഒറ്റ വിസിൽ ഒന്ന് വരട്ടെ. ഒരു വിസിൽ വന്നു. എന്നിട്ട് ആ വിസിൽ ഞാൻ കളഞ്ഞു, കൊട്ടിട്ട് വിസിൽ കളഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഉണ്ണിപ്പിണ്ടിയൊക്കെ വെന്തിട്ടുണ്ടാകണ്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ആക്കാം. ചീഞ്ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. പൊട്ടിയതിലേക്ക് നമുക്ക് ഈ ഉള്ളി പച്ചമുളക് കൂടി 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി കൂടി അരിയാതെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴന്ന് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ച പയറും ഉണ്ണിപ്പിണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് വെക്കാം.
അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയായി. ഇതിലേക്ക് ഞാൻ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാൻ മറന്നു, അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ വൻപയറും ഉണ്ണിപ്പിണ്ടിയും കൂടിയുള്ള ഹെൽത്തിയായ മെഴുക്ക് വരട്ടി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്